നമസ്കാരം. കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് ജയിച്ചു പോയ 19 മരവാഴകൾ ഇന്നിപ്പോ രാജ്യസഭയിലെ ഒരു പ്രസംഗം കേട്ട് കാണും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതിയാൽ ജോൺ ബ്രിട്ടാസിന്റെ ഒരു പ്രസംഗം നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറന്ന് നടക്കുന്നു. എന്തുകൊണ്ട്? ബ്രിട്ടാസ് സ്വന്തം നിലയ്ക്കെടുത്ത് പ്രചരിപ്പിച്ചതല്ല. ബ്രിട്ടാസ് ഈ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം രാജ്യസഭയിൽ കൃത്യമായി നിർവഹിക്കുകയാണ് ചെയ്തത്. ഒരു രാജ്യം ഒരു പെൻഷൻ എന്ന് പറയും പോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലിൽ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗം ഇതാണ് സംഘപരിവാറിനെയും മോഡി സർക്കാരിനെയും വിമർശിക്കുന്ന രീതി. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാർ ഇതുപോലെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കും CPM-ഉം BJP ബന്ധമാണ്. ആ ഒക്കച്ചങ്കായിമാരാണ്. ആ ഒക്കച്ചങ്കാതത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ രാജ്യസഭയിൽ വിശ്വഗുരുവിനെ എടുത്തിട്ട് ഈ രീതിയിൽ അലക്കിയത്. ഈ അലക്കലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ചരിത്രമായി മാറും. ഈ രേഖകൾ എല്ലാ കാലത്തും നിലനിൽക്കും. ഈ ചങ്ങാത്തത്തിന്റെ പുറത്ത് ബ്രിട്ടാസ് പറഞ്ഞ വാചകങ്ങൾ ഇനി വരുന്ന എല്ലാ തലമുറയ്ക്കും ലോക്സഭാ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രസംഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് അത് പഠന വിധേയമാക്കാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഓരോ സ്റ്റേറ്റിനെയും അവരുടെ ഭരണത്തെ അട്ടിമറിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ പല തത്വങ്ങളെയും അട്ടിമറിച്ചത് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു പ്രസംഗമായിരുന്നു. എന്തൊരു ക്രിസ്റ്റൽ ക്ലിയർ പ്രസംഗമാണ്. മോഡി ഇവിടെ വന്ന് മറ്റേ ഫോട്ടോഷൂട്ട് വയനാട് വന്ന് നടത്തിയിട്ട് പോയല്ലോ, അതിനെപ്പോലും എത്ര കൃത്യമായിട്ടും എത്ര ഷാർപ്പായിട്ടുള്ള വാക്കുകളിലാണ് പറഞ്ഞു വെച്ചത്. അതിലൊരു വാചകം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 3 ചേരുവകളില്ലാതെ ഈ രാജ്യമില്ല എന്ന് പറയുന്നു. ഫെഡറലിസം, സെക്യുലറിസം, ഡെമോക്രസി. ഈ മൂന്നിന്റെ അവസ്ഥ, അതിൽ ഫെഡറലിസത്തിന്റെ അവസ്ഥ, ഈ സ്റ്റേറ്റിനോട് അവിടെ BJP അടുപ്പിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് ഗവർണറുടെ ഓഫീസിനെ ഉപയോഗിച്ചുകൊണ്ട് അസ്ഥിരപ്പെടുത്താനും അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ശക്തമായി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് ഇതൊരു വലിയ ക്ഷീണമാകും. കാര്യം ഇവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന BJP ആയിട്ട് വലിയ ചങ്ങാത്തത്തിലാണ് CPM. ആ CPM-ലെ ഒരു പ്രതിനിധിയേ ഉള്ളൂ അവരെ തുലി ഉരിഞ്ഞു നിർത്താൻ, അല്ലെങ്കിൽ അവരെ അവിടെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി. ഇടിമുഴക്കമായിരുന്നു ആ വാക്കുകൾ. വെടിയൊച്ച പോലെയാണ് പല വാക്കുകളും ചെന്നിട്ട് ട്രഷറി ബെഞ്ചിരുന്ന BJP നേതാക്കന്മാരുടെ നെഞ്ചി തറച്ചത്. സ്വാഭാവികമായിട്ടും ചങ്ങാത്തമുള്ളവരെല്ലാം ഇങ്ങനെയാണല്ലോ, പരസ്യമായിട്ട് വിമർശിക്കും, പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. പക്ഷേ ചങ്ങാത്തമില്ലാത്തവർ ഒരക്ഷരം ഉരിയാടില്ല. അവർ തമ്മിൽ യാതൊരു ശത്രുതയില്ല, അവരെ വേട്ടയാടാൻ പോകുന്നില്ല. പക്ഷേ ഈ ചങ്ങാത്തം ഉള്ളവരെയാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യത്തിലും ED-യെ പറഞ്ഞു വിടുക, കുടുംബത്തിലിരിക്കുന്നവരുടെ പേര് വലിച്ചിഴച്ച് വ്യാജ കഥകൾ ഉണ്ടാക്കുക, അവരെ ED-യെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുക. ഇങ്ങനെയുള്ളതാണ് ചങ്ങാത്തത്തിന്റെ ഭാഗം. പക്ഷെ ചങ്ങാത്തം ഇല്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ടും മാധ്യമങ്ങളിലൂടെ അത് പുലമ്പി വാർത്തയാക്കി വിടുന്നവർ അവിടെ പോയാ മോഡിയെ വിമർശിക്കണ്ട, ഈ നാടിന് വേണ്ടി സംസാരിക്കണ്ട, ഈ നാടിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തണ്ട, നേരെ പോയി ഒപ്പിടുക, അവിടെ നിന്ന് കിട്ടുന്ന പൈസ വാങ്ങിച്ച് പോക്കറ്റ് ഇടുക, അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ടേക്ക് വരിക. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, ചായയും കടിയും അത് കൃത്യമായിട്ട് മുടക്കാതെ ഈ 19 എണ്ണം അവിടെ പോയി ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ നാടിന് ഗുണമുള്ള ഒരു പ്രസംഗമോ ഈ നാടിന് വേണ്ടി ശബ്ദമുയർത്തിയ ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വയനാട് ഇഷ്യൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം ശശി തരൂർ നടത്തി, നമ്മൾ ചെയ്തതിന് ഇല്ല എന്ന് പറയാൻ പാടില്ല. പക്ഷേ ശശി തരൂരിനെ അങ്ങ് മാറ്റി നിർത്തിയാൽ ബാക്കി 18 എണ്ണം. കെ സുധാകരനൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവിടെ പോയി ഗർ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ പോയി മൊത്തം അതാണ്, ഒരനക്കോ ആവിയില്ല. അവിടെ പോയി കഴിഞ്ഞ കുറെ കാലമായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ചില ദിവസങ്ങളിൽ ഈ ലോക്സഭ എന്ന് പറഞ്ഞ് രാജ്യസഭയ്ക്കകത്ത് കയറിയിരിക്കും, അല്ലെങ്കിൽ എവിടെയാണോ കാണുന്നത് അവിടെ കയറി ഇരുന്നിട്ട് എന്തൊക്കെയോ നടക്കുന്നു, അദ്ദേഹം ഇറങ്ങി വരുന്നു, ഇങ്ങ് പോകുന്നു. ഇതിനപ്പുറത്തേക്ക് അവിടെ ഒരു ചുക്കും ചെയ്യുന്നില്ല. അപ്പോ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്തായാലും ഈ ഒരു പാർലമെന്റ് സെക്ഷനിൽ ഈ നാടിന് വേണ്ടി ഒരുമിച്ചൊരു സമരത്തിനെങ്കിലും ഇറങ്ങിയതിന് നന്ദിയുണ്ട്. പിന്നെ ഇവിടെ വന്ന് വിമർശിക്കുമ്പോഴും ഇവിടെ വന്ന് പച്ചക്കള്ളങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ഒരു മനുഷ്യരുടെയും ഒരു വീഡിയോ എന്തുകൊണ്ട് ഇതുപോലെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. പിന്നെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ മുന്നിൽ ചെന്ന് കാപട്യം അഭിനയിച്ചും കള്ളം പറഞ്ഞൊക്കെ നിങ്ങളുടെ ഈ വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമായിട്ടുള്ള ഈ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതിനപ്പുറം അവിടെ ചെന്നു എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശബ്ദത്തെ അപ്പുറത്തിരിക്കുന്നവർ ഭയക്കുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അതിനുള്ള ഉത്തരമാകും. അവിടെയാണ് ബ്രിട്ടാസിന്റെ ശബ്ദമൊക്കെ കഴിഞ്ഞ കുറച്ച് കാലത്തിനകത്ത് തന്നെ ബ്രിട്ടാസ് ഉയർത്തിവിട്ട പല വീഡിയോകളും വലിയ ചർച്ചയായിരുന്നു, വലിയ തോതിൽ ഈ നാട് ആഘോഷിച്ചതാണ്. ആ ശബ്ദം അത്രമാത്രം തീവ്രമായിട്ട് അവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പുറത്തെ സൈഡിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹവും. അവരുടെ ആ നിശബ്ദത പിന്തുണയായിട്ട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് CPM-ന്റെ ഒരേ ഒരു തരി മാത്രമാണ് ഉള്ളത്. ശക്തമായ ശബ്ദമുയർത്താൻ ഒരാളായതുകൊണ്ട് കഴിയാത്ത ഒരു പശ്ചാത്തലവും അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശബ്ദം ഉയർത്തേണ്ടവർ അത് ചെയ്തിരുന്നെങ്കിൽ
ആരും ഒന്നും പറയണ്ട. തനിയെ ആ വീഡിയോ ഈ നാട്ടിൽ ഇപ്പോ ബ്രിട്ടാസിന്റെ വീഡിയോ കിടന്ന് കറങ്ങും പോലെ കറങ്ങി വന്നേനെ. അത് കറങ്ങാത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഒരക്ഷരം ഉരിയാടാറില്ല. അതുകൊണ്ട് ഇതുപോലുള്ള പ്രസംഗങ്ങൾ അത് നടത്തണമെന്നുണ്ടെങ്കിൽ അത് ആർക്കേ കഴിയുള്ളൂ. അതിനുള്ള ആർജവമുള്ളവരെ മാത്രമാണ് അങ്ങോട്ടേക്ക് അയക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ലേ? നേരത്തെ അപ്പുറത്തേക്ക് ചാടിപ്പോയ ഒരാളുണ്ട്, ചെറിയാൻ ഫിലിപ്പ്. ഈ MP സ്ഥാനം കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടനടി മുറുമുറുപ്പുണ്ടായി CPM വിട്ട് നേരെ അദ്ദേഹത്തിന്റെ ഖർ വാപ്പസി നടത്തിയത്. എന്ത് സംഭവിച്ചേനെ? അന്ന് അതിനെങ്ങാനും കൊടുത്തിരുന്നെങ്കിൽ ഇതുപോലുള്ള വല്ല പ്രസംഗവും കേൾക്കാൻ പറ്റൂ. നേരെയൊക്കെ മലയാളം ഭാഷ 5 വാക്ക് തെറ്റാതെ പറയാറിയില്ല. ആ മഹാനെ വേണം പാർലമെന്റിലേക്ക് അയക്കാനെന്ന് വാശി പിടിച്ചുകൊണ്ട് നടന്ന വ്യക്തിയെ ഒഴിവാക്കി CPM എടുത്ത തീരുമാനം കൃത്യമാണെന്ന് ബ്രിട്ടാസിന്റെ ഓരോ പ്രസംഗവും രാജ്യസഭയിൽ തെളിയിക്കുന്നുണ്ട്. മികച്ച രാജ്യസഭാ പ്രതിനിധിയായി മാറിക്കഴിഞ്ഞ അദ്ദേഹം വരുന്ന കാലങ്ങളിൽ CPMന്റെ ഇടിമുഴക്കമായിരിക്കും. CPM ഉയർത്തുന്ന പല വിഷയങ്ങളിലും ട്രഷറി ബെഞ്ചിൽ ഇരിക്കുന്നവരെ നിർത്തി മുള്ളിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം തന്നെയാണ് ഇന്ന് കേട്ട പ്രസംഗമെന്ന് നിസ്സംശയം പറയാം.